ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? ഈ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ ചെക്ക് ചെയ്തു. അതുപോലെ ഗ്രാഫ് ഓഫ് ലീനിയർ ഇക്വേഷൻ ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The taxi fare in a city is as follows. For the first kilometer, the fare is ₹8, and for the subsequent distance, it is 5 per kilometer. Okay. ഒരു പ്ലേസിലെ ടാക്സി ഫെയർ ഇങ്ങനെയാണ്. ആദ്യത്തെ കിലോമീറ്ററിന് ₹8 ആണ്. For the first kilometer, the fare is ₹8, and for the subsequent distance, it is 5 per kilometer. ഫസ്റ്റ് കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ ഓടുന്ന ഓരോ കിലോമീറ്ററിനും നമ്മൾ ₹5 പെർ കിലോമീറ്റർ, ഓരോ കിലോമീറ്ററിനും ₹5 വെച്ച് എക്സ്ട്രാ കൊടുക്കണം. ഓക്കെ. ഇനി ടേക്കിംഗ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് എക്സ്, ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെ എക്സ് എന്നെടുക്കുക. ആൻഡ് ദ ടോട്ടൽ ഫെയർ ആസ് വൈ, നമുക്ക് ചിലവാകുന്ന ആ ടോട്ടൽ ഫെയർ ഉണ്ടല്ലോ അത് y എന്നെടുത്തിട്ട് റൈറ്റ് എ ലീനിയർ ഇക്വേഷൻ ഫോർ ദിസ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടൊരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എഴുതണം. ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്, അതിന്റെ ഗ്രാഫും വരയ്ക്കണം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് കവേർഡിനെ എക്സ് എന്നെടുക്കണം. ഓക്കെ. ഡിസ്റ്റൻസ് കവേർഡ് എന്താണെടുക്കണം? എക്സ് കിലോമീറ്റർ എന്നെടുക്കുക. അതുപോലെ തന്നിട്ടുണ്ട് ടോട്ടൽ ഫെയർ എത്രയാണെന്ന് പറയുന്നുണ്ട്, ₹y ആണെന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിൽ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചിട്ട് എഴുതാം. ടോട്ടൽ ഫെയർ എന്ന് പറയുന്നത് y ആണ്. y ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫെയർ y ആണ്. അതിൽ ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ ദ ഫെയർ ഈസ് ₹8. ഫസ്റ്റ് കിലോമീറ്ററിന് ഫെയർ എത്രയാണ്? ₹8 ആണ്. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയാലും അതിലെ ആദ്യത്തെ കിലോമീറ്ററിന് ഒരു ₹8 എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. പ്ലസ് ഇനി അങ്ങോട്ട് ഓടുന്ന ബാക്കി എല്ലാ കിലോമീറ്ററിനും എത്രയാണ്? ₹5 വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എക്സ് ആണ്. അതിലെ ഫസ്റ്റ് കിലോമീറ്ററിൻ്റെത് റേറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു, 8 ആണ്. അപ്പോൾ 1 കിലോമീറ്റർ പോയി. ഇനി ബാക്കി എത്രയുണ്ട്? ടോട്ടൽ എക്സ് കിലോമീറ്റർ ആണ്. അതിലെ ഫസ്റ്റ് കിലോമീറ്ററിന്റെ എഴുതി. ഇനി ബാക്കി എത്ര കിലോമീറ്റർ ഉണ്ട്? x-1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള ഓരോ x-1 ആ കിലോമീറ്ററിന്റെയും റേറ്റ് എന്താണ്? ₹5 ആണ്. അപ്പോൾ 5 × x-1, ഫസ്റ്റ് കിലോമീറ്ററിന് 8. ഇനി ബാക്കി ടോട്ടൽ x കിലോമീറ്റർ ആണ്, 1 കിലോമീറ്റർ കുറഞ്ഞു, x-1. ബാക്കിയുള്ള ഓരോ x-1 കിലോമീറ്ററിനും എത്രയാണ്? ₹5 ആണ്. അപ്പോൾ 8 + 5 × x-1, that is equal to 8 + 5 × x, 5x. 5 × -1 -5. ഇവിടെ y അതുപോലെ ഉണ്ട്. ഓക്കെ. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ 5x എഴുതി. ഇനി 8 - 5, 8 - 5 ആരാണ്? 3. ഇത് 3 ആണ്. +3. ഇനി ഇതിനെ ഒരു രൂപത്തിലേക്ക് മാറ്റാം. ആദ്യം 5x ഇതിന് ഇപ്പുറം കൊണ്ടുവന്നു. അപ്പോൾ ആരായി? -5x. ഇവിടെ ആരുണ്ട്? +y. -5x + y ഈസ് ഈക്വൽ ടു, ഇപ്പുറത്ത് 3 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാം. ഇതിന് ഇപ്പുറം കൊണ്ടുവന്നാൽ എന്താവും? -5x + y -3 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഒരു മൈനസ് കൊണ്ട് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? ഇത് 5x - y +3 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എന്ത്? ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ്. ഇനി ഇതിന്റെ ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷൻ ടു വേരിയബിൾസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കിയായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് സ്വന്തമായിട്ട്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: യാമിനി ആൻഡ് ഫാത്തിമ, 2 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 ഓഫ് എ സ്കൂൾ, together contributed ₹100 towards the Prime Minister's Relief Fund. Write a linear equation which satisfies this data. ഇനി
ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക സ്വന്തമായിട്ട്. ആ കിട്ടുന്ന ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിന്റെ ഗ്രാഫ് കൂടി സ്വന്തമായിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. യാമിനി ആൻഡ് ഫാത്തിമ, 2 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 9 കോൺട്രിബ്യൂട്ടഡ് ₹100. ഓക്കെ, രണ്ടുപേരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് എത്രയാണ്? 100 ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നു, യാമിനി കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ട് X rupees. Yamini contribution given by Yamini is equal to X rupees. ഇനി നെക്സ്റ്റ് ഫാത്തിമയാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഗിവൺ ബൈ ഫാത്തിമ ഞാൻ എടുത്തു റുപ്പീസ് Y റുപ്പീസ്. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരുടെ ആകെ കൊടുത്ത എമൗണ്ട് 100 ആണ്. എങ്ങനെ എഴുതും? യാമിനി കൊടുത്ത എമൗണ്ടും ഫാത്തിമ കൊടുത്ത എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടും, അത് 100 ആണ്. സോ x plus y is equal to 100 is the required linear equation in 2 variables. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡേറ്റ എടുത്ത് സ്വന്തമായിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പാരലൽ ടു x ആക്സിസ് ആൻഡ് y ആക്സിസ്. അതായത് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലായിട്ട് വരുന്ന ലൈൻസിന്റെ ഇക്വേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇത് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാൻ പോവുകയാണ്. One, 2, 3, 4, 5, 6. ഓക്കെ, ലെഫ്റ്റിലേക്ക് -1, -2, -3, -4, -5, -6, -7. Okay. Top 1, 2, 3, 4, 5. Okay. താഴേക്ക് -1, -2, -3, -4, -5, -6. Okay. X axis x dash, y dash. Okay. ഇനി ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പാരലൽ ടു x ആക്സിസ് ആൻഡ് y ആക്സിസ്. x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? അതുപോലെ y ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാനൊരു ലൈൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഈ ലൈൻ ഏത് ആക്സിസിന് പാരലാണ്? ഇതാണ് നമ്മുടെ y ആക്സിസ്. y ആക്സിസിന് പാരലാണ് ഞാൻ ഈ വരച്ച ലൈൻ. ഓക്കെ, ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താൻ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഈ പോയിന്റിൽ ഓക്കെ y ആക്സിസിന് പാരലാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ തുടങ്ങുന്നത് x = എന്ന് പറഞ്ഞാവും. ഓക്കെ, y ആക്സിസിന് പാരലാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതുക x = എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഇനി ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്ത് നോക്കിയാലും എക്സിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഈ പോയിന്റ് നോക്കി 2 0 ആണ് അല്ലെ. ഇവിടെയാണെങ്കിലോ 2 1 ആവും. ഇവിടെയാണെങ്കിൽ 2 2 ആവും. 2 3 2 4 2 5. താഴേക്കാണെങ്കിലോ 2 -1 2 -2 2 -3 2 -4 അങ്ങനെ പോകും. ശരിയല്ലേ? അതായത് ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എത്രയാണ്? എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ 2 ആണ്. എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ 2 ആണ്. സോ x = 2 എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, ഞാനിവിടെ 5-ലാണ് അത് വരയ്ക്കുന്നതെങ്കിൽ 5-ലാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? x = 5. y ആക്സിസിന് പാരലാണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പാരലൽ ടു y ആക്സിസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പാരലൽ ടു x ആക്സിസ്. അതായത് x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ഇതാണ് x ആക്സിസ്. ഞാൻ അതിന് പാരലൽ ആയ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു y ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചാൽ അതിന്റെ ഇക്വേഷൻ തുടങ്ങുന്നത് x = എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചേക്കുന്ന ആർക്ക് പാരലാണ്? x ആക്സിസിന് പാരലാണ്. x ആക്സിസിന് പാരലാണെങ്കിൽ തിരിച്ച് ഇക്വേഷൻ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? y = എന്ന് പറഞ്ഞായിരിക്കും. ഓക്കെ, ഇക്വേഷൻ തുടങ്ങുന്നത് y = എന്ന് പറഞ്ഞായിരിക്കും.
ഇനി നോക്കുന്നത് ഈ ലൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ y കോർഡിനേറ്റ് 3 ആയിരിക്കും. നോക്കി, ഈ പോയിന്റ് എന്താണ്? x0 y3 0 3 അല്ലെ. ഇവിടെയാണെങ്കിലോ എന്താവും? 1 3. ഇവിടെയാണെങ്കിൽ 2 3. ഇവിടെയാണെങ്കിൽ 3 3 4 3 5 3 അല്ലെ. ഇവിടെയാണെങ്കിൽ -1 3 -2 3 -3 3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ y-യുടെ വാല്യൂ മാത്രം മാറുന്നില്ല. y-യുടെ വാല്യൂ എപ്പോഴും എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. സോ ഇക്വേഷൻ എന്താണ്? y = 3. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിലോ ഇങ്ങനെ വരച്ചാലോ? ഇവിടുത്തെ പോയിന്റ് ആണെന്ന് നോക്കുക. ഇവിടുത്തെ പോയിന്റ് -2 ആണ് അല്ലെ. -2. അപ്പൊ y = എന്തായിരിക്കും? y = -2 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പാരലൽ ടു x ആക്സിസ്. നേരത്തെ നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് പറഞ്ഞു. ഇപ്പൊ നമ്മൾ x ആക്സിസിന് പാരലൽ ആയിട്ടുള്ളത് പറഞ്ഞു. എക്സർസൈസ് 4.4ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗീവ് ദ ജോമെട്രിക് റെപ്രസെന്റേഷൻസ് ഓഫ് y = 3 ആസ് ആൻ ഇക്വേഷൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ 1 വേരിയബിൾ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ 2 വേരിയബിൾസ്. അതായത് y = 3 എന്ന് പറയുന്ന ഇക്വേഷന്റെ 1 വേരിയബിളിലുള്ള ജോമെട്രിക് റെപ്രസെന്റേഷനും കാണിക്കണം. അതുപോലെ y = 3 എന്ന ഇക്വേഷന്റെ 2 വേരിയബിൾസിലുള്ള ജോമെട്രിക് റെപ്രസെന്റേഷൻസും കാണിക്കണം. അതായത് ഗ്രാഫിക്കലി നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. 1 വേരിയബിൾ ആണെങ്കിൽ എങ്ങനെ, 2 വേരിയബിൾ ആണെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് നോക്കാം. 1 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ നമ്പർ ലൈനിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, 1 വേരിയബിൾ ആണ് നമ്പർ ലൈനിൽ. നമ്പർ ലൈൻ നമുക്കറിയാം സെന്ററിൽ ആരാണ്? 0 1 2 3 4 5 എക്സെട്ര. ഇങ്ങോട്ടാണെങ്കിൽ -1 -2 -3 -4 -5 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ലൈനിൽ എന്താ വേണ്ടത്? y = 3 ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇവിടെ 3 ഇതാ ഇവിടെ ഉണ്ട്. ആ പോയിന്റ് ആണ് നമ്മുടെ y = 3 എന്ന് പറയുന്നത്. ഇത് ഏതിലാണ്? 1 വേരിയബിളിൽ ആണ്. ഇനി 2 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കണം. പ്ലെയിനിൽ പോയിന്റുകൾ 1 2 3 4 അങ്ങനെ പോവും. ഇങ്ങോട്ട് -1 -2 -3 -4 അങ്ങനെ പോവും. മുകളിലേക്ക് 1 2 3 4 എക്സെട്ര. താഴേക്ക് -1 -2 -3 -4 അങ്ങനെ പോവും. y = 3 എന്നല്ലേ. അപ്പോൾ y = 3 ആണെങ്കിൽ ആർക്ക് പാരലൽ ആയിരിക്കും? ആർക്ക് പാരലൽ ആയിരിക്കും? x-ന് പാരലൽ ആയിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് x = എന്ന് പറഞ്ഞാൽ ആർക്ക് പാരലൽ ആണ്? y-ക്ക് പാരലൽ. തിരിച്ച് y = എന്ന് പറഞ്ഞാൽ ആർക്ക് പാരലൽ ആണ്? x-ന് പാരലൽ. അപ്പോൾ y = 3 എന്ന് പറയുമ്പോൾ x-ന് പാരലൽ ആയിട്ട് 3 കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരച്ചാൽ മതി. ഇതായിരിക്കും നമ്മുടെ y = 3. ഈ പോയിന്റ് 3 കണ്ടോ? ഈ ലൈനിലെ ഏതൊരു പോയിന്റ് നോക്കിയാലും അവിടെ y ആക്സിസിലെ പോയിന്റ് എന്താണ്? 3 ആണ്. സോ ഇതാണ് നമ്മുടെ y = 3 ഇൻ 2 വേരിയബിൾസ്. അതിന്റെ ജോമെട്രിക് റെപ്രസെന്റേഷൻ. ഇത് നമ്പർ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജോമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് y = 3 ഇൻ 1 വേരിയബിൾ. ഓക്കെ, എക്സർസൈസ് 4.4ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഗീവ് ദ ജോമെട്രിക് റെപ്രസെന്റേഷൻസ് ഓഫ് 2x + 9 = 0 as an equation in 1 വേരിയബിൾ, അതുപോലെ in 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഇക്വേഷൻ നമുക്ക് എടുത്ത് എഴുതാം. 2x + 9 = 0. നമ്മളിതിൽ എക്സിന്റെ വാല്യൂ കാണണം ആദ്യം. +9 ഇപ്പുറത്ത് പോയാൽ -9. അപ്പോൾ എന്താവും? 2x = എന്താണ്? -9. x = -9/2. x = -9/2. അതായത് x = 9/2. 9ന്റെ പകുതി എത്രയാണ്? 4.5. ആൻസർ x = -4.5. ഓക്കെ, അപ്പോൾ എക്സിൽ 1 വേരിയബിൾ റെപ്രസെന്റ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്പർ ലൈൻ വരച്ച് x -4.5 എന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. അതിൽ -4 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? അതിന് ഇടയ്ക്കുള്ള പോയിന്റ് x = -4.5. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ 2 വേരിയബിൾസ് ആണ്. ഞാൻ പറഞ്ഞു 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 1 വേരിയബിൾ എന്ത് ചെയ്തു? നമ്പർ ലൈൻ വരച്ച് ആ പോയിന്റ് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും 2 വേരിയബിൾസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു?
കാർട്ടീഷ്യൻ പ്ലെയിൻ വരച്ച് അതിൽ ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ ഇവിടെയും നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. 2 വേരിയബിൾസിന് എന്ത് ചെയ്യും? നമ്മുടെ പ്ലെയിൻ വരയ്ക്കാൻ പോവാണ്. One, 2, 3, 4, 5, 6. ഇങ്ങോട്ട് -1, -2, -3, -4, -5, -6. മുകളിലേക്ക് 1, 2, 3, 4, 5. താഴേക്ക് -1, -2, -3, -4, -5, -6 അങ്ങനെ പോകുന്നു. ഓക്കെ, ഇനി എന്താ വേണ്ടത്? 2 വേരിയബിൾസ് റെപ്രസെന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 2x + 9 = 0. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ +9 അപ്പുറത്ത് പോയപ്പോൾ 2x = -9, 4x = -9/2 എന്നാണ്. x = എന്ന് പറയുന്നത് ആർക്ക് പാരലാണ്? y ആക്സിസിന് പാരലാണ് അല്ലെ? x = എന്ന് പറഞ്ഞാൽ y ആക്സിസിന് പാരലലും y = എന്ന് പറഞ്ഞു വന്നാൽ x ആക്സിസിന് പാരലുമാണ്. അപ്പൊ ഇവിടെ x = -9/2 എന്ന ഫോർമുല ആയതുകൊണ്ട് ഇത് y ആക്സിസിന് പാരലാണ്. -9/2 എന്ന് പറഞ്ഞാൽ ആരാണ്? -4.5 ആണ്. ഇവിടെ -4.5 കണ്ടെത്തി. കണ്ടോ? അപ്പോൾ ഇത് ആർക്ക് പാരലാണ്? y ആക്സിസിന് പാരലാണ്. ഡയറക്റ്റ് ആയിട്ട് ആ പോയിന്റിൽ കൂടി y ആക്സിസിന് പാരലായിട്ട് വരച്ചു കൊടുത്താൽ മതി. കണ്ടോ? ഇതാണ് -4.5 എന്ന പോയിന്റ് y ആക്സിസിന് പാരലായിട്ട് വരച്ചു. സോ ഇതാണ് നമ്മുടെ റെപ്രസെന്റേഷൻ 2x + 9 = 0 എന്ന ലീനിയർ ഇക്വേഷന്റെ റെപ്രസെന്റേഷൻ, ജോമെട്രിക് റെപ്രസെന്റേഷൻ ഇൻ 2 വേരിയബിൾസ്. 1 വേരിയബിൾ ആണെങ്കിൽ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോൾവ് ദ ഇക്വേഷൻ 2x + 1 = x - 3 and represent the solution. First question number line, second question Cartesian plane. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ 1 വേരിയബിൾ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്പർ ലൈൻ എന്ന് പറഞ്ഞു. ഡയറക്റ്റ് 2 വേരിയബിൾ എന്ന് പറയുന്നതിന് പകരം ഇവിടെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ വേറെ ഒരു ചേഞ്ചും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നോക്കണം. എന്താണ്? 2x + 1 = x - 3. സോ എന്താവും? 2x + x ഇപ്പുറം വന്നാൽ -x = ഇവിടെ -3 ഉണ്ട്, +1 അപ്പുറത്ത് പോയാൽ -1 ആവും. അപ്പോൾ എന്തായി? 2x - x അല്ലെങ്കിൽ 2x - 1x. എത്ര x ആണ്? 1x അല്ലെങ്കിൽ x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -3 -1. അപ്പോൾ എന്ത് ചെയ്യും? സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കും. ശരിയല്ലേ? അപ്പോൾ x = എന്താണ്? -4. x = -4. ഇതാണ് നമ്മുടെ വാല്യൂ. x = -4. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാലോ. ആദ്യം ഫസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ലൈനിലാണ്. അപ്പൊ നമ്പർ ലൈൻ വരയ്ക്കണം. 0, 1, 2, 3, 4 അങ്ങനെ പോട്ടെ. ഇങ്ങോട്ട് -1, -2, -3, -4 എക്സെട്ര. ഓക്കെ, അപ്പോൾ x = എന്താണ്? -4 ആണ്. അപ്പോൾ എവിടെ ഉണ്ട് -4? ഈ പോയിന്റ് എന്താണ്? x = -4. ഓക്കെ, ഇനി ഇതിന് എന്ത് ചെയ്യണം? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിനെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കാർട്ടീഷ്യൻ പ്ലെയിൻ വരയ്ക്കണം. ഇവിടെ 1, 2, 3, 4, 5, 6 എക്സെട്ര. ഓക്കെ, ഇങ്ങോട്ട് -1, -2, -3, -4, -5 എക്സെട്ര. മുകളിലേക്ക് 1, 2, 3, 4, 5 എക്സെട്ര. താഴേക്ക് -1, -2, -3, -4, -5 എക്സെട്ര. ഓക്കെ, ഇനി റെപ്രസെന്റ് ചെയ്യാലോ. x = -4. ഞാൻ പറഞ്ഞിട്ടുണ്ട് x = എന്ന് പറഞ്ഞു വന്നാൽ ഇത് ആർക്ക് പാരലാണ്? y ആക്സിസിന് പാരലാണ്. അപ്പോൾ x = -4 ആകുമ്പോൾ ഇതാണ് y ആക്സിസ് പാരലാണ്. -4 ഇവിടെ ഉണ്ട്. -4 കൂടി ലൈൻ വരയ്ക്കുക. ഇതാണ് നമ്മുടെ ലൈൻ. എന്താണ്? x = -4. ഓക്കെ,
ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞു, അതുപോലെ ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്തു, ഗ്രാഫ് വരച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ചാപ്റ്ററിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ആയി. ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക, അതുപോലെ ഗ്രാഫ് എല്ലാം നല്ലതുപോലെ ഗ്രാഫ് പേപ്പറിൽ നന്നായിട്ട് വരച്ച് റെപ്രസെന്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൺസെപ്റ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാനായിട്ട് പറ്റും.